മൊത്തം വറുത്തെടുത്ത കപ്പലണ്ടിയാണിത്. നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം, ഒരു കുഴപ്പവും ഇല്ല. ഇതിൻ്റെ അകത്ത് വെതറി ഒന്ന് ചൂടാക്കാം. ഞാനിപ്പോൾ തീയിലാണ് വെച്ചേക്കുന്നത്. ഉപ്പ് എരിയും കൂടുതലില്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ പിഞ്ച് ഓഫ് സോൾട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല കപ്പലണ്ടി. മഴക്കാലത്തേക്കായി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് മസാല കപ്പലണ്ടി. ഇതെല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഒരു ലൈക്ക് അടിച്ചേരേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ 200 ഗ്രാം കപ്പലണ്ടി എടുത്തു. അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ്, അതായത് 90 ml കൊള്ളുന്ന പാത്രത്തിന് 1 കപ്പ് കടലമാവും, പിന്നെ 40 ml കൊള്ളുന്ന പാത്രത്തിൽ അരിപ്പൊടി ഇത്രയും കൂടെ ചേർത്തു. ഇനി ഉപ്പിടാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ടു, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി ഇത്രയും കൂടെ ചേർക്കുവാണ്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരുംജീരകം ഒന്ന് ചതച്ചെടുത്തത് ചേർക്കുവാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാദാ ജീരകം ചെറുത്, അതും കൂടെ ചേർത്ത് ഇനി ഇത്രയും വെളുത്തുള്ളി ചതച്ച് ഇതിൻ്റെ കൂടെ ഇടുവാണ്. ഒരു മണമൊക്കെ കിട്ടും. അപ്പോൾ ഇതും കൂടെ ചതച്ചിടാം. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇടുന്നത്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. പെരുംജീരകം വെറുതെ ഒന്ന് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചാൽ മതി. അതുപോലെ ചെറിയ ജീരകം അതങ്ങനെ തന്നെ മുഴുവനെ അങ്ങിടാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് കട്ടിക്കൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ മൊത്തത്തിൽ ഇടരുത്, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു കട്ടയായിട്ട് നമുക്ക് വറുത്ത് കിട്ടും. അതുപോലെ എണ്ണ അതുപോലെ ചൂടായി കഴിഞ്ഞ് ഒരു മീഡിയം ഹീറ്റിലാക്കിയിട്ട് വേണം നമുക്കിതിടാൻ. മീഡിയം ഹീറ്റിൽ വെന്താലേ കപ്പലണ്ടി നല്ലപോലെ ക്രിസ്പായിട്ട് കിട്ടത്തുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിപ്പം ഇട്ട് കൊടുക്കുവാണ് ഓരോന്നോരോന്ന്. എല്ലാം കൂടെ ഒരുമിച്ചിടേണ്ട, പല ബാച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇടുന്ന മാവ് എല്ലാ കപ്പലണ്ടിയിലും നല്ലോണം കോട്ടായോന്ന് ഒന്ന് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് ബാച്ചായി വറുത്തെടുത്താലേ പറ്റത്തുള്ളൂ. ഒന്നിച്ചിട്ടാൽ ശരിയാവത്തില്ല. അതേപോലെ ചെറിയ തീയിലിട്ട് വറക്കണം, അല്ലെങ്കിൽ കപ്പലണ്ടി മൂത്ത് വരത്തില്ല. പാകത്തിന് മൂത്ത് വന്നാലും അത് ചൂടോടെ ടെസ്റ്റ് ചെയ്താൽ അത് അതിൻ്റെ അകം സോഫ്റ്റായിട്ട് തന്നെ തോന്നും. ഒരെണ്ണം എടുത്ത് നമ്മൾ തണുപ്പിച്ചിട്ട് നോക്കണം. എൻ്റെ ചൂട് പോയിട്ട് ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ച് എൻ്റെ ചൂട് പോയിട്ട് ടെസ്റ്റ് ചെയ്താലേ അത് ക്രിസ്പായോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെയല്ല, തുടക്കത്തിൽ നമ്മൾ ചെറിയ 1-2 ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എത്ര നേരം ഇടണമെന്നൊക്കെ അറിയാൻ പറ്റും. ലാസ്റ്റ് ബാച്ചാണ് കുറച്ച് വന്നത്, അവസാനമായിട്ട് എടുക്കുവാണ്. മൊത്തം വറുത്തെടുത്ത കപ്പലണ്ടിയാണിത്. നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം, ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ ഒരു എക്സ്ട്രാ ടേസ്റ്റിനും കളറിനും വേണ്ടി നമുക്ക് കുറച്ച് മുളക് പൊടി ഇച്ചിരി ഉപ്പും കൂടെ ഇതിൻ്റെ അകത്ത് വെതറി ഒന്ന് ചൂടാക്കാം. ഞാനിപ്പോൾ തീയിലാണ് വെച്ചേക്കുന്നത്. ചെറിയ തീയിൽ ഒന്ന് ഇതാക്കിയെടുക്കാം. ഉപ്പ് എരിയും കൂടുതലില്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ പിഞ്ച് ഓഫ് സോൾട്ട്, ഒരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടെ നമുക്കൊന്ന് വെതറി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊരു എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല കപ്പലണ്ടി.